ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഏകദേശം കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞു. 2 പാത്രത്തിലും ഉണ്ടല്ലോ. എന്താണ് ഉണ്ടാക്കുന്നത്? ഇത് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഓംലെറ്റ്. അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. 2 സമയം എടുക്കണം. ചെറിയ ഫ്ലെയിമിൽ സ്റ്റീമിൽ കഴിയും. കുറച്ച് ഇതിലോട്ട് 2 സെയിം. അനിത അങ്ങനെ കൂടുതൽ റിസ്ക് എടുക്കാൻ പാടില്ല അല്ലേ? കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് ജോലി അറിയാന്നുള്ളല്ലോ ഉണ്ടാകും. പെട്ടെന്ന് തീർക്കാനുള്ള കാര്യം അല്ലേ? ബാക്കി ആൾക്കാർ ഇവിടെ കോമ്പറ്റീഷൻ മൈൻഡ് അല്ല എനിക്ക്. അതുകൊണ്ട് ഉള്ളത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ശരി. റെഡി ആയി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പേര് വേണമെങ്കിൽ ഞാൻ ഇടാം. അനിത സ്പെഷ്യൽ. വേറെ പേരൊന്നുമില്ല. ആ പണ്ടാരങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ പാചകം ചെയ്യുമ്പോഴും വരും കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞാലേ ഈ പാചകം ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലെ വരണമെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. പിസ്സയാണോ? മുട്ട പിസ്സ. മുട്ട പിസ്സ കൊള്ളാല്ലേ? എന്തൊക്കെയാ സ്പെഷ്യൽ? എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? സ്പെഷ്യൽ ഒന്നുമില്ല. വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു. ക്യാരറ്റും. സ്വന്തം ഡിഷാണോ? അനിത സ്പെഷ്യൽ. മധുമേനോൻ ചേർന്നതുണ്ടോ? ഇതെന്തോ ഇത് കഴിഞ്ഞ നമ്മുടെ ഉണ്ടാക്കിയ സമയത്ത് ചേച്ചി ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ തകർത്ത് വാരി ഒരു അത്തപ്പൂക്കളിട്ട പോലെ. ഡെക്കറേഷൻ ഒന്നും കാര്യമില്ല. നമ്മള് വർക്കിലാണ് കാര്യം. എന്നാലും ഞാൻ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സന്തോഷത്തിന് ഡെക്കറേഷൻ. ഞങ്ങളുടെ സന്തോഷത്തിന് ഉണ്ടാക്കിയ പീസാണ് ഇവിടെ വെച്ചത്. അതും വേറെ ഐറ്റം അല്ലല്ല, അതിന് സെയിം അല്ല. അതെന്നറിയോ? ലക്ഷ്മി ചേച്ചി വരുമ്പോൾ ചൂടോടെ കട്ട് ചെയ്ത് കൊടുക്കാനാണ് ഇതിനകത്ത് വെച്ചത്. ലക്ഷ്മി മാഡത്തിന് കൊടുക്കുന്ന ഇതാണോ? സോഡാപ്പൊടി വേണമെങ്കിൽ വേണ്ട സഹായിക്കണ്ട. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ചേച്ചിക്കും കിട്ടട്ടെ ഫസ്റ്റ്. ഇത്രയൊന്നും വേണ്ട. എല്ലാവരോടും ഞങ്ങൾ അങ്ങനെ പറയാം.